പട്ടാമ്പി സ്റ്റേഷനിലെ എൻട്രി ആണിത്. ഇവിടെ ഒന്നും നടക്കാൻ പോണില്ല, കാരണം ഇവിടെ വണ്ടി പോലും കയറില്ല. എന്താ രാമേന്ദ്ര പ്രശ്നം? തിരിച്ചോ വണ്ടി ഇടിച്ച് പട്ടാമ്പി സ്റ്റേഷന് മുന്നിൽ എന്താണ് പറയുക? വണ്ടി ഇടിച്ച രണ്ട് ഊളകള് അവന്മാര് വണ്ടി ഇടിച്ച് അവന്മാർ നമ്മുടെ മെക്കിട്ട് കയറിയിട്ട് അവന്മാര് പണിയെല്ലാം കഴിഞ്ഞ് അവന്മാരുടെ ഇഷ്ടത്തിന് അവന്മാര് പോയി. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടിത്തരമെന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? BMW മൂട്ടില് ലോറി ഉടനെ കയറ്റി ഇടിച്ച് പൊളിച്ച്. അല്ല അത് ഇത്ര കഷ്ടമായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവൂലേ? സ്നേഹ കാണിച്ചു കൊടുക്കും. സ്നേഹയ്ക്ക് നെഞ്ചു പൊട്ടുന്നുണ്ടാവും. സ്നേഹയാണ് RC ഓണർ. സ്നേഹ ആ കാറിന്റെ കിടപ്പൊന്ന് കാണേണ്ടതാ. അതെ, തോട്ട വിഴുങ്ങിയ പന്നിയുടെ തല പോലെ ആയിപ്പോയി. കാർ എഞ്ചിൻ അങ്ങനെ ഔട്ട് കംപ്ലീറ്റ്ലി. കാർ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി. ആക്സിഡന്റ് ആണ്. ഇന്ന് പുലർച്ചെയാണ് ഉണ്ടായത്. നിനക്കൊല്ലം പറ്റിയോ? ഭാഗ്യം, ബാഹ്യമായിട്ടൊന്നും പറ്റില്ല. അല്ലായിരുന്നെങ്കിൽ അത് കൊപ്പത്തെത്തിയപ്പോ എനിക്കൊരു കോള് വരികയാണ് സ്നേഹന്റെ. വേഗം വാ വണ്ടി ഇടിച്ചു പറഞ്ഞിട്ട്. ചതിച്ചു. എങ്ങനെയോ വണ്ടി ഇടിച്ചു? ഞാൻ സ്നേഹനോട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമോ ഫസ്റ്റ് ചോദിക്കുന്നു. വണ്ടി പോട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമോ നോക്കുമ്പോ പച്ചക്കറി കൊണ്ടുപോകുന്ന ലോറി നമ്മുടെ BM-ന്റെ ബാക്കിൽ ഇടിച്ചു കയറിയിരിക്കുകയാണ്. ഓരോ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കും ഇതോടുകൂടി തീരുന്നു. ഇതിനൊരു അവസാനമില്ലല്ലോ ബോസ്. എന്താണെങ്കിലും ഡ്രൈവർ കൃത്യമായി സമ്മതിച്ചിട്ടുണ്ട്. അങ്ങേര് അബദ്ധം പറ്റി, ചവിട്ടിയിട്ട് കിട്ടിയില്ല, അതങ്ങേര് പറഞ്ഞു. വണ്ടി ഇടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ ചെയ്തപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അതാണ് ഇവിടെ സംസാരിക്കാനുള്ളത്. പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ ചെയ്ത് വണ്ടിയുടെ ക്ലീനർ എന്നോട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വണ്ടി വരില്ല. വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ASI സാർ വന്നു. ഇപ്പം ഡ്രൈവറായിട്ട് വന്ന ആള്. പിന്നെ മൂപ്പര് പിന്നെ മൈൻഡ് ചെയ്തൊന്നുമില്ല. മൂപ്പര് വണ്ടി ഒരു സൈഡിൽ നിർത്തിയിട്ടിട്ട് മറ്റേ മുണ്ടും പോച്ച് മൂപ്പര് കടന്നു തുടങ്ങി. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. തന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റു സംശയിക്കണ്ട, ഞാൻ ഏറ്റു. കേസാക്കാം, ഒന്നുമല്ല, സിമ്പിളാണ് കാര്യം. കേസൊക്കെ ആക്കിയ ദേശം പ്രശ്നമില്ലേ പറയുന്നുണ്ട്. നിങ്ങൾ വ്ളോഗിലാന്ന് തോന്നുന്നത് നമ്മളെ സിസ്റ്റം മികച്ചൊരു മൈരാണ്. ഉപദേശം കൊള്ളാൻ പറഞ്ഞ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. മധു, ഇവളുടെ ജാതകം കൊണ്ടെടുത്തേ. നീ അറിഞ്ഞ ഞാൻ പെട്ടു പറയുന്നുണ്ട്. നിങ്ങൾ വ്ളോഗിലാന്ന് തോന്നുന്നത് നമ്മളെ സിസ്റ്റം മികച്ചൊരു മൈരാണ്. വരൂ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? കൂനിമ്മേ കുരുന്ന് പറഞ്ഞതുപോലെയായി ഇപ്പൊ കാര്യങ്ങൾ. കഷ്ടകാലത്ത് കുഷ്ഠം വന്നു എന്ന് പറയുന്ന പഴഞ്ചൊല്ലല്ലേ കുറച്ചുകൂടെ നല്ലത്.